സ്പാർക്കിൽ ടിക്കറ്റ് ബുക്കിംഗ് വഴി പ്രശ്നപരിഹാരം നേടേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് രണ്ട് ഘട്ടം ഉണ്ട്. ഒന്നാമതായി പ്രശ്നം പരിഹരിക്കുന്നതിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് അതിന്റെ പരിഹാരം എങ്ങനെയാണെന്നുള്ളത് അറിയാനുള്ള ടിക്കറ്റ് സ്റ്റാറ്റസ് അറിയുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിന്റെ സെർച്ച് വിൻഡോയിൽ ക്വസ്റ്റ് സ്പാർക്ക് എന്നോ ക്വസ്റ്റ് spark.gov.in/add-ticket എന്നോ ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക. ക്വസ്റ്റ് സ്പാർക്ക് എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ ന്യൂ ടിക്കറ്റ് എന്ന ഓപ്ഷൻ പേജ് ലഭിക്കുന്നുണ്ടാവും. അവിടെയുള്ള ക്രിയേറ്റ് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പേജിലേക്ക് പ്രവേശിക്കാനാകും. എന്നാൽ ക്വസ്റ്റ് spark.gov.in/add-ticket എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ടിക്കറ്റ് ക്വസ്റ്റ് സ്പാർക്ക് എന്ന ലിങ്ക് വരുന്നുണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ടിക്കറ്റ് പേജിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയും ചെയ്യാം. ക്രിയേറ്റ് ടിക്കറ്റ് പേജ് ലഭിച്ചു കഴിഞ്ഞാൽ ആ പേജിൽ സ്പാർക്കിലെ പ്രൊഫൈലിൽ ഉള്ളതുപോലെ തന്നെ പേരും ഇമെയിലും കോണ്ടാക്ട് നമ്പറും പിന്നും ടൈപ്പ് ചെയ്ത് നൽകണം. തുടർന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകാനുള്ള ഒരു വിൻഡോ ആണ് ഉള്ളത്. അത് തുറന്ന് ശരിയായ ഇഷ്യൂ സെലക്ട് ചെയ്ത് ഇടണം. അധ്യാപകർക്ക് ജൂലൈ 2 ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് വന്നാൽ അവരുടെ സൂപ്പറാനുവേഷൻ ഡേറ്റും റിട്ടയർമെന്റ് ഡേറ്റും രണ്ടായിട്ടാണ് വരേണ്ടത്. എന്നാൽ സ്പാർക്കിൽ അത് രണ്ടും ഒരേ ദിവസം തന്നെ ആയി കിടക്കുന്നതിനാൽ റിട്ടയർമെന്റ് ഡേറ്റ് കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തുടർന്ന് കാണുന്ന ബോക്സിൽ നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് ചുരുക്കമായി ടൈപ്പ് ചെയ്തു നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ വിവരം ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉബുണ്ടു സിസ്റ്റം ആണെങ്കിൽ മലയാളം ടൈപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. അതറിയാവുന്നവർക്ക് അതുപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഇല്ലെങ്കിൽ ഫോണിൽ വാട്സാപ്പിൽ മലയാളം ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വേഡിലാക്കി വെച്ചിരുന്നാൽ കോപ്പി പേസ്റ്റ് ചെയ്തും ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് തിരുത്തുന്നതിന് വേണ്ടിയാണ് എങ്കിൽ റിട്ടയർ ആകുന്നതിന് മുമ്പ് വേണം അപേക്ഷ നൽകേണ്ടത്. അതായത് നവംബർ 2025 സൂപ്പറാനുവേഷൻ ഡേറ്റ് വരുന്ന ഒരു അധ്യാപികയുടെ സ്പാർക്കിലെ എംപ്ലോയി പ്രൊഫൈലിൽ നവംബർ 30 തന്നെയാണ് സൂപ്പറാനുവേഷൻ ഡേറ്റും ഡേറ്റ് ഓഫ് റിട്ടയർമെന്റും കിടക്കുന്നതെങ്കിൽ ഡിസംബർ 1 ആകുമ്പോൾ അവർക്ക് സ്പാർക്ക് തുറക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ജൂലൈ 2 മാർച്ച് 1 ഇടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവർ സ്പാർക്ക് തുറന്ന് സർവീസ് മാറ്റേഴ്സിലെ പേഴ്സണൽ മെമ്മോറാണ്ട ഓപ്പൺ ചെയ്ത് എംപ്ലോയി റെക്കോർഡിലെ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് നോക്കിയിട്ട് അതിൽ കറക്ഷൻ ആവശ്യമാണ് എങ്കിൽ സ്പാർക്കിൽ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് പരിഹാരം തേടണം. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ SSLC ബുക്കിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഫ്രണ്ട് പേജിന്റെ കോപ്പിയും സർവീസ് ബുക്കിന്റെ ഈ ഭാഗം വരുന്ന പേജിന്റെ കോപ്പിയും അതോടൊപ്പം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലെറ്റർ എഴുതി ഈ 3 പേപ്പറുകളും കൺട്രോളിംഗ് ഓഫീസറെ കൊണ്ട് ഡേറ്റഡ് സിഗ്നേച്ചർ വെച്ച് കൗണ്ടർ സൈൻ ചെയ്യിപ്പിക്കണം. ഈ 3 പേപ്പറുകളും ഒരു ഫയലായിട്ട് PDF, JPEG, JPG ഫോർമാറ്റിൽ ഇതിലേതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഒറ്റ ഫയലാക്കി മാറ്റുകയും അത് 1 MB താഴെയായി സിസ്റ്റത്തിൽ സേവ് ചെയ്തിടുകയും ചെയ്യണം. ഇപ്രകാരം ഫയല് മെർജ് ചെയ്യുന്നതിനും MB കൂടുതലാണെങ്കിൽ അത് കുറച്ച് കംപ്രസ് ചെയ്യുന്നതിനുമൊക്കെ സിസ്റ്റത്തിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തവരാണ് എങ്കിൽ ഓൺലൈനിൽ നിന്ന് തന്നെ iLovePDF എന്ന ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇത്രയും നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ പ്രശ്നത്തിന്റെ വിവരങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുത്തതിന് ശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന ഒരു വിൻഡോ കാണാം. അവിടെ ചൂസ് ഫയൽ എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യണം. തുടർന്ന് അതിന് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം സ്പാർക്കിൽ സബ്മിറ്റ് ആകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ടിക്കറ്റ് നമ്പർ ലഭിക്കുന്നുണ്ടാവും. അത് എഴുതി എടുക്കണം. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ 1ാം ഘട്ടമായ ടിക്കറ്റ് ബുക്കിംഗ് എന്ന പ്രക്രിയ പൂർത്തിയായിട്ടുണ്ടാവും. സ്പാർക്ക്
ടിക്കറ്റ് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ഡീറ്റെയിൽസിലെ പേഴ്സണൽ മെമ്മോറാണ്ടയുടെ ഭാഗം ഓപ്പൺ ആക്കിയിടുന്നു എന്നും നാം ഉറപ്പാക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമർപ്പിച്ച പ്രശ്നത്തിന്റെ പരിഹാരം എന്തായി എന്നറിയുന്നതിന് വേണ്ടി പാർക്ക് സെർച്ച് വിൻഡോയിൽ പാർക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുമ്പോൾ ടിക്കറ്റ് സ്റ്റാറ്റസ് കോസ്റ്റ് സ്പാർക്ക് എന്ന ഒരു URL വരുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തുറന്നു വരുന്ന പേജിലെ ചെക്ക് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ടിക്കറ്റ് നമ്പറും പെന്നും നൽകി ചെക്ക് സ്റ്റാറ്റസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത വിവരങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടാവും. അതിനടിവശത്തായി റിപ്ലൈസ് എന്ന ഭാഗത്ത് സ്പാർക്ക് ടീമിന്റെ മറുപടിയും ഉണ്ടാവും.